ഈ റെസിപ്പിയുടെ പ്രധാന ഇൻഗ്രീഡിയൻസ് ഏത്തപ്പഴവും മുട്ടയും ആണ്. ഇനി നമുക്ക് ഏത്തപ്പഴം ഇതുപോലെ അരിഞ്ഞെടുക്കാം. നമുക്ക് ഒരു പഴം ഇവിടെ 3 ആയിട്ടാണ് നമ്മൾ അരിഞ്ഞിരിക്കുന്നത്. ഇനി ഒരു മുട്ട, 3 സ്പൂൺ മൈദാമാവ്, 1 സ്പൂൺ പഞ്ചസാര, അല്പം ഉപ്പ്, അല്പം ഏലക്കാപ്പൊടി, അല്പം മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് സോഡാപ്പൊടി. ഇത് ഇത്രയും കൂടെ ഇട്ടിട്ട് കലക്കി വെച്ചിരിക്കുന്ന മാവാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് പാനിൽ ഒരല്പം നെയ്യ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം നമുക്ക് ഇതിലിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതായത് ഒരല്പം അതിൻ്റെ കളറൊന്ന് മാറി വരേണ്ടതാണ്. നമുക്ക് 2 സൈഡും ഒന്ന് ചെറുതായിട്ട് നെയ്യിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി അതിനുശേഷം ഇത് മാറ്റി വയ്ക്കുക. എന്നിട്ട് നേരത്തെ നമ്മൾ ആ മുട്ടയിട്ട് കലക്കി വെച്ചിരിക്കുന്ന മാവുണ്ടല്ലോ, ആ ഒരു ബാറ്റർ, അത് നമുക്കിതിലേക്ക് ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ 3 കഷ്ണവും നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരല്പം തേങ്ങ തിരികിയത് കൂടെ അതിൻ്റെ പുറത്ത് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അല്പം നേരം വേവാനായിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാവുന്നു. 1 മിനിറ്റ് കഴിയുമ്പോൾ ഈ മൂടി മാറ്റി നോക്കുക. എന്നിട്ട് നമുക്കിത് അപ്പുറത്തെ സൈഡിലേക്ക് മറിച്ചിടാവുന്നതാണ്. എന്നിട്ട് അതും വേവാനായിട്ട് 1 മിനിറ്റ് മൂടി വയ്ക്കുക. അതിനുശേഷം അത് എടുത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഈ ഒരു രൂപത്തിലായിരിക്കും കിട്ടുന്നത്. നമുക്ക് ഇതിന് പാനിൽ നിന്ന് എടുത്തിട്ട് നമുക്കിങ്ങനെ റോൾ ചെയ്തെടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ആ റോൾ ചെയ്തെടുത്തത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യാം.